ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് 84 കുതിരക്കാരൻ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ. മേജർ കമ്മ്യൂണിക്കേഷൻ്റെ 84 എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് അത്ഭുതം പ്രവർത്തിച്ചാലും രോഗശാന്തി നൽകുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് വിശ്വാസമുണ്ടോ എന്ന്. അതായത് എന്നിൽ വിശ്വാസമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, നിനക്ക് വിശ്വാസമുണ്ടോ എന്നാണ്. വിശ്വാസം വേണ്ടത് നമ്മളിലാണ്. നമ്മളിൽ വിശ്വാസമുണ്ടായാലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ബലമുണ്ടാവുകയുള്ളൂ. നമ്മിൽ വിശ്വാസമില്ലാണ്ട് നമ്മെ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്താലും അത് വൃഥയാണ്. അത് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു രക്ഷയും കിട്ടാനില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് എത്തിപ്പെടുകയില്ല. അതിന് കാലതാമസമുണ്ട്. ഇന്ന് എൻ്റെ കഥയിൽ പറയുന്നതും അത് തന്നെയാണ്. 8 വർഷം കാത്തിരുന്ന ഒരു രോഗിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ കഥയ്ക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് മേരി ജോസഫ്, USA. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതുക. എൻ്റെ കഥയുടെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. ലിദായിലെ ഐനയാസ്, ഇതാണ് എൻ്റെ പേര്. ലിദായ് എന്നത് എൻ്റെ നാടിൻ്റെ പേരാണ്. അത് കൂട്ടിയാണ് ജനങ്ങൾ എന്നെ വിളിക്കുന്നത്. അതിന് കാരണം ഞാൻ ഒരു കുതിരക്കാരനാണ്. വെറുമൊരു കുതിരക്കാരനല്ല, ഹെറോദേസ് ചക്രവർത്തിയുടെ സൈനിക കുതിരകൾക്ക് പരിശീലനം കൊടുക്കുന്ന കുതിരക്കാരൻ. ആയോധന കലകളിലെല്ലാം നൈപുണ്യം നേടിയ ഒരു യോദ്ധാവും കൂടിയാണ് ഞാൻ. കുതിരകളുടെ എല്ലാ മർമ്മങ്ങളും അറിയാവുന്ന പരിശീലകൻ. അതെല്ലാം ഞാൻ സ്വയം കണ്ടെത്തിയതാണ്. മറ്റു പരിശീലകന്മാർക്കില്ലാത്ത കഴിവ്. ഏത് മെരുങ്ങാത്ത കുതിരകളും എൻ്റെ മുന്നിൽ പൂച്ചക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തെത്തുന്ന കുതിരകൾ എത്ര മുൻകോപികൾ ആയിരുന്നാലും 14 ആഴ്ചകൾ കൊണ്ട് ഞാൻ അതിനെ വരുതിക്ക് കൊണ്ടുവരും. എല്ലാവരാലും കൈയൊഴിഞ്ഞ കുതിരകൾ ആയിരിക്കും അതെല്ലാം. അതുപോലെ കുതിരകളെ തെളിക്കുന്നതിലും അതിസമർത്ഥനാണ് ഞാൻ. മിന്നൽ വേഗത്തിൽ കുതിരകളെ തെളിക്കുക, ഒരാപത്തും കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക, അതുപോലെ തിരിച്ചും. ഇതെല്ലാം എൻ്റെ കൈമിടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പല പാരിതോഷികങ്ങളും ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് നേടുവാനും സാധിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ ദീർഘദൂര യാത്രകളിലെ രഥത്തിൻ്റെ തേരാളിയും ഞാൻ തന്നെയായിരിക്കും. 6 കുതിരകളെ പൂട്ടിയ രഥം. എല്ലാ കുതിരകളുടെ വേഗതകൾ ഒരുപോലെ ആയിരിക്കണം. ആ താളം എൻ്റെ മനസ്സിലുണ്ട്. ഏതെങ്കിലും കുതിര ആ താളത്തിൽ നിന്നും മാറി നിന്നാൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതോടെ അവനെയും ഞാൻ ആ താളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഓരോ യാത്ര കഴിയുമ്പോഴേക്കും രാജാവിന് എന്നോട് താല്പര്യം കൂടി വരികയാണ് ഉണ്ടായത്. കുതിരകൾക്ക് പരിശീലനം കൊടുക്കുന്ന വേളയിൽ ഭടൻ അടുത്തു വന്ന് പറഞ്ഞു. പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ ഉത്തരവുണ്ട്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വേഷം മാറി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. രാജാവുമായുള്ള യാത്ര ആയിരിക്കും. ചെന്നപ്പോൾ രാജകൽപ്പന ഉണ്ടായി. ഐനയാസ്, നീ വേഗം ഈജിപ്തിലേക്ക് പുറപ്പെടുക. ഈജിപ്തുകാരുമായിട്ടുള്ള ഒരു തുടർ വ്യാപാരത്തിൻ്റെ കരാർ ഒപ്പുവെക്കണം. നീ പോയി ഒപ്പുവെപ്പിച്ചു കൊണ്ടുവരിക. 1-2 ആഴ്ചയ്ക്കുള്ള വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളും കരുതുക. രാജാവിനോട് വിട വാങ്ങി യാത്രയ്ക്കുള്ള പുറപ്പാട് ആരംഭിച്ചു.
ദിവസങ്ങൾ വേണ്ടിവന്നു അവിടെ എത്തിപ്പെടുവാൻ. ഫറയോനെ മുഖം കാണിച്ചു. ഓല കൈമാറി. ഉത്തരവുണ്ടായി, താങ്കൾ വന്നതിലും ഓല കൈമാറിയതിലും സന്തോഷം. ഉടനെ ഒരു മറുപടി ഉണ്ടാകുകയില്ല. അടുത്ത ദർബാർ കൂടി ആലോചനയ്ക്ക് ശേഷം മറുപടി തരാം. അതുവരെ താങ്കൾക്ക് കൊട്ടാരത്തിൽ കഴിയാം. പരിചാരകൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സകല സൗകര്യങ്ങളോടും കൂടിയ ഒരു മുറിയാണ് എനിക്കായി നൽകിയത്. സുഖലോലുപമായ ജീവിതം. ഇരുന്ന് മടുക്കുമ്പോൾ കൊട്ടാര ഇടനാഴികയിലൂടെ വെറുതെ നടന്ന് കൊട്ടാരം ചുറ്റിക്കാണുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ നടക്കുമ്പോഴാണ് പെൺകുട്ടികളുടെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികൾ കേട്ടത്. ഒരു പറ്റം സുന്ദരിമാർ ഒന്നിച്ചു നടന്നു വരുന്നു. വസ്ത്രധാരണം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. രാജകുമാരിയും തോഴികളുമായിട്ടുള്ള വരവാണ്. അവർ കടന്നു പോകുവാൻ ഓരം ചേർന്ന് മാറി നിന്നു. അടുത്തെത്തിയപ്പോൾ രാജകുമാരി ചോദിച്ചു, നിങ്ങളെ ഇതുവരെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ജെറൂസലേമിൽ നിന്നും ദൂതുമായി വന്നയാളാണ്. ഞങ്ങളുടെ ഭാഷ അറിയാമോ? ചെറുതായിട്ട് മനസ്സിലാവും. എനിക്കറിയാവുന്ന ഈജിപ്ഷ്യൻ ഭാഷയിൽ പറഞ്ഞു. എൻ്റെ ഭാഷ കേട്ടിട്ട് എല്ലാവരും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അവർ മുന്നോട്ട് നടന്നു നീങ്ങി. രാജകുമാരിയുടെ കുളിയറ ഈ ഇടനാഴിയുടെ അവസാനത്തിലാണ്. പിന്നീട് ആ സമയത്തുള്ള ഇടനാഴിക സഞ്ചാരം പതിവാക്കി. വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. എന്തൊക്കെയോ പറയുകയും പലതും എനിക്ക് മനസ്സിലാകുക പോലുമില്ലായിരുന്നു. എന്നെ കളിയാക്കിക്കൊണ്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കും. അത്താഴം കഴിഞ്ഞ് ഒന്ന് മയങ്ങിക്കാണും. ആരോ കതകിൽ മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ രാജകുമാരിയുടെ തോഴി. എന്താ? രാജകുമാരി വിളിക്കുന്നു. ഈ സമയത്തോ? തോഴി അവൻ്റെ കൈക്ക് കടന്നു പിടിച്ചു. ആ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. അന്തപുരത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. എന്നെ അകത്താക്കി അവൾ വാതിലടച്ചു. കുമാരി എന്നെ അവളുടെ പട്ടുമെത്തയിലിരുത്തി. മുട്ടി ഉരുമ്മി അവളും. ഈ രാത്രി നമുക്കുള്ളതാണ്, നമ്മുടെ മാത്രം രാത്രി. നേരം വെളുക്കുന്നതിന് മുൻപേ അന്തപുരം വിട്ട് പുറത്തിറങ്ങി. കൊട്ടാര വേലക്കാരനാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത്. അയാൾ പറഞ്ഞു, തമ്പുരാനെ മുഖം കാണിക്കണം, നിനക്കായി കാത്തിരിക്കുന്നു. ഉള്ളിൽ ഭയത്തിൻ്റെ കാർമേഘങ്ങൾ ഉടലെടുക്കുവാൻ തുടങ്ങി. ഭയന്ന് വിറച്ചാണ് മുഖം കാണിച്ചത്. ഇന്നലത്തെ ദർബാറിൽ നീ വന്ന കാര്യത്തിന് പൂർണ്ണതയുണ്ടായി. കരാർ ഞങ്ങൾ അനുവദിച്ചു. മുദ്ര വെച്ച കവർ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പറഞ്ഞു, നിനക്ക് പുറപ്പെടാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. എന്നാലും ആ ഇടനാഴികയിലൂടെ ഒന്ന് നടക്കണമെന്ന് തോന്നി. രാജകുമാരി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പോകാൻ ഒരുങ്ങിയല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്നും പറയാതെ മടക്കയാത്രയും ആരംഭിച്ചു. തൻ്റെ കൈകളിലുള്ള നിധി എത്രയും വേഗം ചക്രവർത്തിയുടെ കൈകളിലെത്തിക്കണം. കുതിര വായുവേഗത്തിൽ പറക്കുകയായിരുന്നു. വിശ്രമമില്ലാത്ത യാത്ര. ഞാനും കുതിരയും ക്ഷീണിതരാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കുതിര മുഖം കുത്തി വീണു. ഞാൻ വായുവിൽ കൂടി പറന്നുപോയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഓർമ്മ തിരിച്ചു കിട്ടുവാൻ ദിവസങ്ങൾ വേണ്ടി വന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. സഹായങ്ങൾ കൊട്ടാരത്തിൽ നിന്നും ഉണ്ടായിരുന്നു. ഒന്നിനും ഫലം കണ്ടെത്തുവാൻ സാധിച്ചില്ല. നീണ്ട 8 വർഷം കിടന്ന കിടപ്പിൽ കടന്നുപോയി. പെട്ടെന്ന് എന്നെ കണ്ടാൽ ആർക്കും തിരിച്ചറിയുക പോലുമില്ല. ഒരു ഭാഗം ശോഷിച്ച് ഇല്ലാതായി. മരണത്തിന് പോലും എന്നെ വേണ്ട. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുമായി നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയായിരുന്നു. ആ സമയത്താണ് കർത്താവിൻ്റെ പ്രിയ അപ്പോസ്തലനായ പത്രോസ് ആ വഴിക്ക് വരുന്നതും എന്നെ കാണുന്നതും. എൻ്റെ ദേഹത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാക്ഷാൽ ദൈവപുത്രനും ഈ ലോകരക്ഷകനുമായ യേശുക്രിസ്തു നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക.
അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ശക്തനായി പട്ടണത്തിലൂടെ നടന്നു. അവനെ കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ലിദായിലും സാറോണിലെയും ജനങ്ങളുടെ മുന്നിൽ സത്യവചനങ്ങൾ പ്രസംഗിക്കുകയും ചുറ്റും കൂടിയ ജനങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുകയും ആയിരങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ.